നമസ്കാരം. ചാക്കോ വധക്കേസ് എന്ന് പറഞ്ഞാൽ എല്ലാവർക്കും അറിയണമെന്നില്ല. പക്ഷേ സുകുമാരക്കുറുപ്പിൻ്റെ തിരോധാനവുമായി ബന്ധപ്പെട്ട കേസ് എന്ന് പറഞ്ഞാൽ കേരളം മുഴുവൻ അറിയും. കാരണം വർഷങ്ങളായി, പതിറ്റാണ്ടുകളായി കേരള പോലീസ് ഒരാളെ തിരയുകയാണ്. അയാളുടെ പേരാണ് സുകുമാരക്കുറുപ്പ്. സുകുമാരക്കുറുപ്പിൻ്റെ തിരോധാനവുമായി ബന്ധപ്പെട്ട് പുതിയ അപ്ഡേറ്റുകളും വെളിപ്പെടുത്തലുകളുമെല്ലാം വരുന്നുണ്ട്. പോലീസ് ആ ഫയൽ പൊടിതട്ടി എടുത്തിരിക്കുകയാണ് ഒരിക്കൽ കൂടി. ഇപ്പോൾ അല്ലെങ്കിൽ ഏറ്റവും അവസാനമായി ആ ഫയൽ വീണ്ടും പോലീസ് എടുക്കുമ്പോൾ സുകുമാരക്കുറുപ്പിൻ്റെ അടുത്തേക്കെത്താൻ പോലീസിന് സാധിക്കുന്നുണ്ടോ? മലയാളി വാർത്ത ആനുകാലികത്തിലേക്ക് സ്വാഗതം. സർ, ഈ കേസിൽ ഒരിക്കൽ കൂടി ചർച്ചാ വിഷയമാവുകയാണ്. ഏറ്റവും ഒടുവിലായി ഒരു നഴ്സിൻ്റെ വെളിപ്പെടുത്തലാണ് വന്നിരിക്കുന്നത്. ആലപ്പുഴ സ്വദേശിയായ ഒരു നഴ്സിൻ്റെ വെളിപ്പെടുത്തൽ. അവർ അദ്ദേഹത്തെ അടുത്ത് കണ്ടു, ജാർഖണ്ഡിൽ വെച്ച് കണ്ടു എന്നാണ് പറയുന്നത്. അവർ ജോലി ചെയ്തിരുന്ന ആ ആശുപത്രിയിൽ ഇദ്ദേഹം നെഞ്ചുവേദനയായി എത്തുകയും ICUവിൽ അഡ്മിറ്റ് ചെയ്യുകയും ചെയ്തു. അങ്ങനെ അദ്ദേഹത്തോട് സംസാരിച്ചു. വീടിനടുത്തുള്ള ഒരു വ്യക്തി ആയതുകൊണ്ട് തന്നെ പിന്നീട് സുകുമാരക്കുറുപ്പ് അവിടെ നിന്ന് മുങ്ങുകയായിരുന്നു എന്ന പുതിയ വെളിപ്പെടുത്തൽ വന്നിരിക്കുന്നു. അജിത ബീഗം ഈ കേസിൻ്റെ ഫയൽ ഒരിക്കൽ കൂടി എടുത്തിട്ടുണ്ട്. ഇനി എങ്ങോട്ടായിരിക്കും ഈ കേസ് മുന്നോട്ട് പോവുക? ദൃശ്യം സിനിമയുടെ രണ്ടാം ഭാഗം പോലെ തന്നെ ഒരു സിനിമാ കഥയെ വെല്ലുന്ന ത്രില്ലുള്ള ഒരു സംഭവ പരമ്പരയാണ് 42 വർഷം മുമ്പ് തീരപ്രദേശത്ത് നടന്ന ഈ സംഭവം. ഇത് സുകുമാരക്കുറുപ്പ് എന്ന് പറയുന്ന അതിസുന്ദരനായിട്ടുള്ള, അന്ന് 38 വയസ്സ് മാത്രം പ്രായമുണ്ടായിരുന്ന ഒരാളുടെ വലിയ ഒരു സാഹസ കുൽസിത വൃത്തിയുടെ കഥയാണ്. 1984 ജനുവരി 21, അതായത് ആ വർഷത്തിൻ്റെ ആദ്യത്തെ മാസത്തിൽ തന്നെ സംഭവിച്ച വലിയ നമ്മളെ ഞെട്ടിപ്പിക്കുന്ന ഒരു കൊലപാതകമാണത്. അങ്ങനെയുള്ള കൊലപാതകങ്ങൾ ആ സമയത്ത് അങ്ങനെയൊന്നും നടക്കാറുള്ള ഒരു കാലമല്ല കേരളത്തിൽ. ഇപ്പോൾ ധാരാളമായിട്ട് അങ്ങനെയുള്ള ത്രില്ലറുകൾ നടക്കുന്നുണ്ട്, നമ്മൾ കാണുന്നുണ്ട്. സീരിയലിലും സിനിമയിലും ഒക്കെ അതൊക്കെ നമ്മൾ കാണുന്നുണ്ട്. പക്ഷേ അന്ന് നമ്മളെല്ലാം ഞെട്ടിപ്പിച്ച ഒരു സംഭവമാണ്. ആ 21-ാം തീയതി ഇദ്ദേഹവും സുകുമാരക്കുറുപ്പും അദ്ദേഹത്തിൻ്റെ അളിയൻ ഭാസ്കരക്കുറുപ്പും ഡ്രൈവർ പൊന്നപ്പനും, അവരുടെ വിശ്വസ്ത ഡ്രൈവറായിരുന്നു, 3 പേരും കൂടി തീരദേശ ആ ഹൈവേ ഉണ്ടല്ലോ, ഹരിപ്പാട്, മാവേലിക്കര, കരുവാറ്റ ഒക്കെ ബന്ധിപ്പിക്കുന്ന ആ പാതയിൽ കൂടി അവരിങ്ങനെ സഞ്ചരിച്ച് വരികയായിരുന്നു. അവരുടെ മനസ്സിനുള്ളിൽ ഒരു ബിഗ് പ്ലാൻ ഉണ്ടായിരുന്നു. കാറിലാണ് സഞ്ചരിച്ചിരുന്നത്. അന്നത്തെ കാലത്ത് ഈ കാറിൽ സഞ്ചരിക്കുക എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അസാധാരണവും അപൂർവവും. ഗൾഫിൽ അബുദാബിയിലാണ് സുകുമാരക്കുറുപ്പിന് ജോലി. സുകുമാരക്കുറുപ്പ് ഒരു കമ്പനിയിൽ, സ്വകാര്യ സ്ഥാപനത്തിലാണ് ജോലി ചെയ്യുന്നത്. ഇത്രയും തൽക്കാലം പറഞ്ഞാൽ മതി, അല്ലെങ്കിൽ കഥയുടെ ത്രില്ല് പോകും ഇത് കേൾക്കാത്തവർക്ക്. ഇങ്ങനെ വന്നപ്പോൾ പാവപ്പെട്ട ഒരു ചെറുപ്പക്കാരൻ NJ ചാക്കോ എന്ന് പറയുന്ന ആൾ കരുവാറ്റയിലെ ഒരു തിയേറ്ററിൽ ഫിലിമിൻ്റെ പെട്ടി കൊടുത്തിട്ട് തിരിച്ചു വരിക. അങ്ങനെ ഫിലിമിൻ്റെ പെട്ടി കൊടുക്കുന്ന ആൾക്കാരെ നമ്മൾ വിളിക്കുക ഫിലിം റെപ്രസെൻറ്റേറ്റീവ് എന്ന്. ഇപ്പോൾ ഇങ്ങനെയുള്ള ആൾക്കാരൊക്കെ കാറിലായിരിക്കും പോകുന്നത്. എന്ന ഹതഭാഗ്യനായിട്ടുള്ള ഈ യുവാവ് നടന്നാണ് ആ റോഡിൽ കൂടി ഇങ്ങനെ നടന്നു പോവുകയാണ്. വെട്ടി കൊടുത്തിട്ട് തിരിച്ചു വരിക, തിയേറ്ററിൽ ഇത് കൊടുത്തിട്ട് തിരിച്ചു വരിക. അപ്പോഴാണ് ഈ 3 പേരും കൂടെ ചേർന്നിട്ടുള്ള സംഘം അവിടെ എത്തി അദ്ദേഹത്തിനെ പിടികൂടുന്നു. പിടികൂടിയ ശേഷം ഇദ്ദേഹത്തിനെ കാറിനകത്തിട്ട് കഴുത്ത് മുറുക്കിയും കൊന്നു. സ്ട്രാങ്കിൾ ടു ഡെത്ത് എന്നാണ് റിപ്പോർട്ട്. അങ്ങനെ കൊന്നതിന് ശേഷം ഈ കാർ നേരെ പോയത് ഒരു വയലിലേക്കാണ്. ഇന്ന് ആ വയലൊന്നും കാണത്തില്ല, അവിടെയൊക്കെ റിസോർട്ടുകളായി കാണും. അവിടെ കൊണ്ടുപോയിട്ട് എന്ത് ചെയ്തു, കാറിൽ നിന്ന് ഈ 3 പേരും ഇറങ്ങിയിട്ട് കാറിന് പെട്രോൾ ഒഴിച്ച് തീയം കൊടുത്തു. കത്തിച്ചാരമായി തീർന്നു ചാക്കോയും കാറും അതിനകത്തുണ്ടായിരുന്നതും എല്ലാം. ഇതാണ് സംഭവം നടന്നത്. പക്ഷേ പിറ്റേ ദിവസം വന്ന വാർത്ത എന്ന് പറയുന്നത് ആലപ്പുഴയിൽ ദുരന്തം. കരുവാറ്റ എന്നാണ് ഈ സ്ഥലത്തിൻ്റെ യഥാർത്ഥ പേര്. കരുവാറ്റയിൽ റോഡപകടം, അബുദാബി ജോലി ഉണ്ടായിരുന്ന ആൾ NRA ദാരുണമായി മരിച്ചു, എരിഞ്ഞു എന്നാണ് പറയുന്നത്. വെന്തു മരിച്ചു. അത് കൂട്ടത്തിൽ തന്നെ ഭാസ്കരക്കുറുപ്പ്, അത് അപ്രധാനമൊക്കെ. അബുദാബിയിൽ നിന്ന് വന്നതെന്ന് പറയുമ്പോൾ കുറച്ചുകൂടെ ഒരു പേരുണ്ട്. അവിടുന്ന് വന്ന ആളാണെന്നുള്ള 38 വയസ്സ് അവിടെ ജോലിയുള്ള ആൾ. നല്ല സുന്ദരനായിട്ടുള്ളൊരു യുവാവായിരുന്നു സുകുമാരക്കുറുപ്പ് എന്ന് പറയുന്ന നടൻ സുകുമാരനുണ്ടല്ലോ. ഏകദേശം അതുപോലൊക്കെ തന്നെ ഇരിക്കുന്ന ഒരു പേഴ്സണാലിറ്റിയുള്ള ആൾ. ഫോട്ടോയിലേ കണ്ടിട്ടുള്ളൂ, ഞാൻ അല്ലാതെ കണ്ടിട്ടില്ല, പിന്നെ കാണാൻ അവസരം കിട്ടിയിട്ടുമില്ലല്ലോ. അങ്ങനെ ഒരാൾ മരിച്ചു എന്ന് പറഞ്ഞാണ് ഈ വാർത്ത വരുന്നത്. വളരെ സെൻസേഷൻ ആയിട്ടുള്ള വാർത്ത വരുന്നു. കത്തി. അപ്പോൾ
എല്ലാവരും അതങ്ങ് വിശ്വസിക്കുകയും ചെയ്തു. പക്ഷേ അവിടെയുള്ള ഒരു പോലീസുകാരന് ഇതത്ര വിശ്വാസയോഗ്യമായിട്ട് തോന്നിയില്ല. അവിടെ എന്ന് പറഞ്ഞാൽ മാവേലിക്കരയിലുള്ള ഒരു പോലീസുകാരന് ഇതിൽ എന്തോ ചില ദുരൂഹതകളുണ്ട് എന്ന് തോന്നി. അദ്ദേഹം ഒരിക്കൽ ഇദ്ദേഹത്തിൻ്റെ വീട്ടിൽ പോയി. തീർച്ചയായിട്ടും സുകുമാരക്കുറുപ്പ് അവിടെ ഇല്ല. പക്ഷേ അദ്ദേഹത്തിൻ്റെ ഭാര്യ അതുപോലെ ഈ പൊന്നപ്പൻ അവിടെ ഉണ്ട്. പൊന്നപ്പൻ അളിയനല്ല, ഡ്രൈവർ. ഭാസ്കരക്കുറുപ്പല്ല, പൊന്നപ്പൻ. പൊന്നപ്പനെ ഒന്ന് പരിശോധിച്ചപ്പോൾ പൊള്ളലിൻ്റെ പാടുകൾ ശരീരത്ത് കാണാം. അപ്പോൾ ഈ കത്തിക്കുന്ന കൂട്ടത്തിൽ പെട്രോളല്ലേ, സാധനം അങ്ങ് ആളിപ്പടരും. പടർന്ന കൂടെ പൊള്ളലിൻ്റെ പാട്. ആ ഒരു എവിഡൻസാണ് ഇതിൽ നിർണായകമായത്. അന്വേഷിച്ച് ചെന്നപ്പോഴാണ് NJ ചാക്കോ എന്ന് പറയുന്ന അപ്രസക്തനായിട്ടുള്ളൊരു വ്യക്തി, അയാളെ കാണാനില്ല എന്നുള്ളത് മാത്രമേ ഉള്ളൂ, ഒന്നും അറിയുന്നില്ല. ആ അന്വേഷണം അങ്ങനെ ചെന്നപ്പോഴേ കുറേ നാളായിട്ടും NJ ചാക്കോയെ കാണാതായപ്പോഴാണ് ഇതുമായിട്ട് കണക്ട് ചെയ്യാൻ തുടങ്ങിയത്. എന്നിട്ടും രക്ഷയൊന്നുമില്ല. കാരണം ഫോറൻസിക്കിൽ വല്ലതും ഇതിൻ്റെ എവിഡൻസ് കിട്ടുമോ? അത്ര വെണ്ണീറായി കഴിഞ്ഞില്ലേ, ചാരമായി കഴിഞ്ഞില്ലേ. അപ്പോൾ കാണാനില്ലാത്ത ആളിനെ ഇതും കൂടെ കൂട്ടിക്കൊണ്ട് അന്വേഷണം നടത്തി. അന്വേഷിച്ചതിൽ നിന്നാണ് മനസ്സിലാക്കിയത് സുകുമാരക്കുറുപ്പ് താൻ ജോലി ചെയ്തിരുന്ന കമ്പനിയിലേക്ക്, സുകുമാരക്കുറുപ്പ് അല്ല അദ്ദേഹത്തിൻ്റെ നോമിനികൾ, താൻ ജോലി ചെയ്തിരുന്ന കമ്പനിയിലേക്ക് 8 ലക്ഷം രൂപ, അന്നത്തെ 8 ലക്ഷം എന്ന് പറഞ്ഞാൽ ഇന്നത്തെ 8 കോടിയാണ്, ആ 8 ലക്ഷം രൂപയുടെ ഒരു ക്ലെയിം കൊടുത്തു എന്നുള്ളൂ. മനസ്സിലായോ? അപ്പോൾ എന്ത് ക്രൂരമാണ് കുമാർ ഇത് നടത്തിയത്. ആ 8 ലക്ഷത്തിന് വേണ്ടി പാവപ്പെട്ട ഒരാൾ, ഒരു തെറ്റും ചെയ്യാത്ത ഒരാളിനെ കരിച്ചു കൊന്നില്ലേ, ചുട്ടുകൊന്നില്ലേ, അതല്ലേ ചെയ്തത് ആ ഒരു തുകയ്ക്ക് വേണ്ടി. അത് വിജയിക്കുമായിരുന്നു. സമർത്ഥനായിട്ടുള്ള ഈ പോലീസ് ഓഫീസർ അത് കണ്ടുപിടിച്ചില്ലായിരുന്നെങ്കിൽ ഇത് മുഴുവൻ എല്ലാവരും വിശ്വസിച്ച് 8 ലക്ഷം രൂപ സുഖമായിട്ട് ഇയാളുടെ കുടുംബം, ഇയാൾക്ക് വരാൻ പറ്റില്ലല്ലോ. അപ്പോഴത്തേക്കും പോലീസിൻ്റെ ഊഹം കിട്ടിയപ്പോഴത്തേക്കും സുകുമാരക്കുറുപ്പ് സ്ഥലം വിട്ടു. എവിടെ പോയെന്നൊരു പിടിയില്ല. അക്കാലത്ത് ഒരു ആരോപണം ഉണ്ടായിരുന്നു, ഹരിപ്പാടാണല്ലോ, അത് നമ്മുടെ രമേശ് ചെന്നിത്തലയുടെ സ്ഥലമാണ്, അതുകൊണ്ട് രമേശ് ചെന്നിത്തലയാണ് ഒളിപ്പിച്ചിരിക്കുന്നത് എന്നൊക്കെ പറഞ്ഞിരുന്നു. എവിടെ പോയെന്നൊരു പിടിയില്ല, ആർക്കും ഒരു ഊഹവുമില്ല. ഇടയ്ക്കിടയ്ക്ക് ഇദ്ദേഹം ഇതുപോലൊരാളെന്ന് പറഞ്ഞ് വരാറുണ്ട്. കഴിഞ്ഞ 1988 ഈ ഫയൽ വീണ്ടും ഓപ്പൺ ചെയ്തിരുന്നു. അദ്ദേഹം ഇവിടെ എവിടെയോ ഉണ്ട് എന്നുള്ളൊരു സംശയത്തിൽ അത് പിന്നെ ക്ലോസ് ചെയ്തു. കാരണം യാതൊരു തെളിവും കിട്ടിയില്ല. അതിന് മുമ്പ് 1984 ഈ രത്നമ്മ ശിവരാജൻ എന്ന് പറയുന്നതാണ് നഴ്സിൻ്റെ പേര്. അവർക്കിപ്പോൾ 60 വയസ്സുണ്ട്. ആ രത്നമ്മ ശിവരാജൻ പറഞ്ഞിരുന്നു അവരിങ്ങനെ കണ്ടിരുന്നു. അവർ ജോലി ചെയ്യുന്നത് കേരളത്തിലല്ല, ജാർഖണ്ഡ് എന്ന് പറയുന്ന സ്ഥലത്തെ ബൊക്കാറോ എന്ന് പറയുന്ന ഒരു ടൗൺഷിപ്പിലാണ്. ബൊക്കാറോ എന്ന് പറയുന്നത് നമുക്കറിയാം, ഒരു ഇരുമ്പുരുക്കു മില്ലാണ്. പേര് കേട്ട റഷ്യൻ സഹായത്തോടു കൂടി നെഹ്റുവിൻ്റെ കാലത്താണെന്ന് എനിക്ക് തോന്നുന്നു ഇവിടെ നമ്മൾ സ്ഥാപിച്ച രാജ്യത്തിന് സമർപ്പിക്കപ്പെട്ടത്. അവിടെയുള്ള ഒരു ആശുപത്രിയിൽ വെച്ച് ഇദ്ദേഹം ചികിത്സയ്ക്ക് വന്നിരുന്നു എന്നാണ് പറഞ്ഞത്. പക്ഷേ അത് എവിഡൻസ് ഒന്നും ഇല്ലാതെ പോയി. ഇപ്പോൾ അവർ പറയുന്നു ഈ കഴിഞ്ഞ ദിവസം വീണ്ടും അദ്ദേഹം അവിടെ വന്നു. അവിടെ വന്നപ്പോൾ ഇവർ കണ്ടപ്പോൾ സംശയം തോന്നിയതോടുകൂടി അയാൾ അവിടെ നിന്ന് അയാൾ ചോദിച്ചു, ഇനി എവിടുത്തുകാരനാ, ഇത് കാര്യങ്ങൾ ഒന്നും വേണ്ടിയില്ല. അത് കഴിഞ്ഞ് സംശയമായി എന്ന് കഴിഞ്ഞപ്പോൾ ആശുപത്രിയിൽ നിന്ന് ആരുടെയും അനുവാദം വാങ്ങിക്കാതെ അങ്ങേര് മുങ്ങി എന്നാണ് പറയുന്നത്. വന്ന ചികിത്സ അതും കൂടെ നമ്മളൊന്ന് അന്വേഷിക്കണം. വന്ന ചികിത്സ കറുപ്പു ചികിത്സ. എന്താണ് ഈ കറുപ്പ് ചികിത്സ? കറുപ്പെന്ന് പറഞ്ഞാൽ ഓപ്പിയം കൊടുത്തുള്ള ചികിത്സ. അതെന്തിന്, എങ്ങനെയുള്ള അസുഖങ്ങൾക്കാണ് ഉപയോഗിക്കുന്നത്? നമുക്ക് മാനസിക വിഭ്രാന്തി, അസ്വസ്ഥത, അതുപോലെ ഉറക്കക്കുറവ്, ഇതിനൊക്കെ വേണ്ടിയിട്ട് ഉപയോഗിക്കുന്ന ഒരു ചികിത്സാ വസ്തുവാണത് ഒപ്പിയം. അല്ല മയക്കുമരുന്ന് മാത്രമല്ല, മരുന്നും കൂടിയാണ്. അങ്ങനെ ഉപയോഗിക്കുന്ന ഒന്നാണ് ഡിപ്രഷൻ. ഇതൊക്കെ വന്നു കഴിയുമ്പോൾ ഉപയോഗിക്കുന്ന ഒന്നാണ്. സ്വാഭാവികമായിട്ട് സുകുമാരക്കുറുപ്പിന് വരാൻ സാധ്യതയുണ്ട്. കാരണം ഇത്രയും വർഷങ്ങൾക്ക് ശേഷം അദ്ദേഹം അങ്ങ് നരകത്തിലേക്ക് പോകാൻ നേരത്ത്, അതെന്തായാലും സ്വർഗത്തിൽ പോകാനിടയില്ല, നരകത്തിലേക്ക് പോകാൻ നേരത്ത് ഇനി അവിടെ പോകുമ്പോൾ എന്തൊക്കെയായിരിക്കും എന്നൊരു ചിന്ത വരുമല്ലോ. അതിൽ നിന്ന് സ്വാഭാവികമായിട്ടും മനസ്സിൻ്റെ ശക്തിയും കുറയുമല്ലോ ഈ പ്രായത്തിൽ. അതിൽ നിന്നുണ്ടായ ഒരു പറയുന്ന പോലെ വിഷാദശാന്തി ചികിത്സ, അതിനുവേണ്ടിയായിരിക്കാം അദ്ദേഹം വന്നിരിക്കുന്നത് എന്ന് നമുക്ക് ഊഹിക്കാം. പക്ഷേ ചെസ്റ്റ് പെയിൻ ICUവിൽ ചികിത്സയിലാണ് എന്നാണ് രത്നമ്മ ഇപ്പോൾ പറയുന്നത്. അപ്പോൾ അവർ പറയുന്നത് പരസ്പര വിരുദ്ധമാണ്. നേരത്തെ ഇങ്ങനെ പറഞ്ഞിരുന്നു,
അതിന് മുമ്പ് ഇയാൾ വന്നിരുന്നു എന്ന് പറയുന്നത്. രത്നമ്മ എന്ന് പറയുന്ന ആൾ, ആ പേരും കേട്ടാൽ തന്നെ അറിയാം, രത്നമ്മ ശിവരാജൻ എന്ന് പറയുന്നത് ഈ കരുവാറ്റ ആ ഭാഗത്ത് തന്നെയുള്ള ആൾ തന്നെയാണ്. അവരെ ഒരു സ്ത്രീ, ഒരു നഴ്സ്, പ്രൊഫഷണൽ നഴ്സ് ആയിരിക്കുമല്ലോ. വെറുതെ കള്ളം പറയേണ്ട കാര്യമില്ല, അവർക്ക് സംശയം തോന്നിയിട്ടായിരിക്കാം. പക്ഷേ ആ സംശയം ശരിയാണോ എന്നുള്ളത് തന്നെയാണ്. ICUവിലും ഉണ്ടായിരുന്നിരിക്കാം, ICUവിൽ ഉണ്ടായതിന് ശേഷമായിരിക്കാം ഈ കറുപ്പ് ചികിത്സ തുടങ്ങിയത്. ഇതുവരെ പലരുടെയും പറഞ്ഞു, അവരെല്ലാം പോയി കണ്ടു എന്നാണ് പറയുന്നത്. അപ്പോൾ പോലീസ് ഇപ്പോൾ എന്തായാലും ക്രൈംബ്രാഞ്ചിൻ്റെ നമ്മൾ അടച്ചു വെച്ച പിന്നെ ഫയലുകളെ കുറിച്ച് അന്വേഷിക്കുന്ന ഒരു വിഭാഗമുണ്ട്. അതിൻ്റെ ചുമതല അജിത ബീഗത്തിന് തന്നെയാണ്. അവരുടെ ആഭിമുഖ്യത്തിൽ കേസ് റിവ്യൂ ചെയ്യാൻ, റീഓപ്പൺ അല്ല, റിവ്യൂ ചെയ്യാൻ വേണ്ടി ഒരു നടപടി തുടങ്ങിക്കഴിഞ്ഞു എന്നുള്ളതാണ് ഇതിൻ്റെ ഒരു ഇതാണ്. ആ റിവ്യൂ ചെയ്യും, ആ കേസ് അവരെ റിവ്യൂ ചെയ്യും. പക്ഷേ ഈ കേസിൽ ഒട്ടനവധി ആൾക്കാർ സുകുമാരക്കുറുപ്പിനെ അവിടെ കണ്ടു, ഇവിടെ കണ്ടു എന്ന് പറഞ്ഞു. ഇപ്പൊ ഈ രത്നമ്മ പറയുന്നത് പോലെ തന്നെ ഒട്ടനവധി ആൾക്കാർ ഈ കണ്ടു എന്ന് പറഞ്ഞിട്ടുണ്ട്. ഞാൻ തെളിവ് കൊടുത്തിട്ടുണ്ട് എന്ന് പറഞ്ഞ് വേറൊരാൾ പറയുന്നുണ്ട്. അതായത് 2 തവണ കണ്ടു, എല്ലാ തെളിവുകളും അന്വേഷണ സംഘത്തിന് കൊടുത്തു, പക്ഷെ അവരതിനെ മൈൻഡ് ചെയ്തില്ല, ഇതിന് പിന്നിൽ വലിയ വലിയ ആളുകളാണ് എന്നൊക്കെ വരെ ആരോപണം ഉയർന്നിട്ടുണ്ട്. ഇപ്പോൾ മനുഷ്യരുടെ സംശയം കൊണ്ടാവാം, പിന്നെ പോലീസിനെ കബളിപ്പിക്കാൻ, വ്യാജ ബോംബില്ലേ അതുപോലുള്ളതുമാകാം. ഇപ്പം ഞാൻ ഇടയ്ക്ക് ഇപ്പോൾ എൻ്റെ ഓർമ്മയിലേക്ക് വന്ന പേര്, ഈ മാവേലിക്കര ഈ കേസ് ഇതുപോലും സുകുമാരക്കുറുപ്പും മരിച്ചു, എല്ലാവരും മരിച്ചു എന്നേ വിചാരിക്കുമായിരുന്നു. പക്ഷേ ഇതൊരു കൊലപാതകമാണെന്നുള്ളത് പുറത്തു കൊണ്ടുവന്ന ആളുടെ പേര് നമ്മൾ മെൻഷൻ ചെയ്യാതിരിക്കാൻ പറ്റില്ല. ആ പേരാണ് മാവേലിക്കര പോലീസ് സ്റ്റേഷനിലെ SI ആയിട്ടുള്ള പി തങ്കച്ചൻ എന്ന് പറയുന്ന ആളാണ്. പൊന്നപ്പനിൽ നിന്ന് ഈ എവിഡൻസ് കണ്ടിട്ട് അദ്ദേഹം സംശയദൃഷ്ടിയോട് കൂടി, ദൃശ്യത്തിലെ പോലെ തന്നെ വിടാതെ പിന്തുടരുന്ന ഒരു തൻ്റെ കർത്തവ്യം കൃത്യമായിട്ട്, അല്ലെങ്കിൽ ആരെങ്കിലും അറിയുമോ? അപ്പോൾ ഡെഡിക്കേറ്റഡ് ആയിട്ടുള്ള ആ പോലീസ്, അവരുടെ പ്രൊഫഷണൽഷിപ്പ്, അപ്പോൾ അവരുടെ തൊപ്പിയിൽ തൂവൽ ചാർത്തുന്നതാണ് ഈ തങ്കച്ചൻ്റെ പ്രകടനം. പക്ഷേ ഇന്നുവരെ അദ്ദേഹം പിടിക്കപ്പെട്ടിട്ടില്ല. ഇപ്പോഴും അദ്ദേഹം ഒരു ഫ്യൂജിറ്റീവായിട്ട്, അതായത് പിടികിട്ടാ പുള്ളിയായിട്ട് കഴിയുന്നു എന്നുള്ളത് പോലീസിൻ്റെ തൊപ്പിയിലെ ഒരു തൂവൽ കൊഴിഞ്ഞു വീഴുന്നതിന് തുല്യവുമല്ലേ, അല്ലേ? അങ്ങനെയുണ്ട്. ആധുനിക യുഗത്തിൽ പോലും അദ്ദേഹത്തെ കണ്ടെത്താൻ കഴിയില്ല. ജീവിച്ചിരിക്കാനുള്ള സാധ്യതയുണ്ട്. ഇപ്പോൾ ജീവിച്ചിരിക്കുന്നുണ്ടെങ്കിൽ 82 വയസ്സാകും അദ്ദേഹത്തിന്. 80 അല്ലേ? അന്ന് 32, 80 ആയിക്കോട്ടെ, 82 അത് അങ്ങനെ ആയിട്ട്. പക്ഷെ ആ സമയത്ത് അദ്ദേഹം എന്തായാലും അദ്ദേഹത്തിന്റെ 80കളിലായിരിക്കും. പോലീസിനെ കബളിപ്പിക്കാനോ അദ്ദേഹത്തിനെതിരായിട്ടുള്ള അന്വേഷണത്തെ പ്രതിരോധിക്കാനോ ഒന്നും വലിയ കെൽപ്പുള്ള ഒരു പ്രായമല്ല അത്. അപ്പോൾ എന്തുകൊണ്ടായിരിക്കും? ജീവിച്ചിരിപ്പുണ്ടോ അല്ലെങ്കിൽ അദ്ദേഹം മരിച്ചു പോകാനുള്ള സാധ്യത എത്രയാണ്? താങ്കൾ എങ്ങനെയാണ് അതിനെ കാണുന്നത്? അദ്ദേഹം മരിച്ചു പോരിക്കാനുള്ള സാധ്യത തള്ളിക്കളയാൻ പറ്റില്ല. കാരണം ഇത് നല്ല പ്രായമാണത്. കാരണം ഇദ്ദേഹത്തിന് അതുപോലെ തന്നെ സൈക്കോസോമാറ്റിക് ഡിസോർഡേഴ്സ് ഉണ്ടാവുമല്ലോ. ഇങ്ങനെയുള്ള ഒരു കൊലപാതകം നടത്തുന്ന ആളെന്ന് പറയുമ്പോൾ നമ്മുടെ മനസ്സുപോലെ ശുദ്ധമായിരിക്കില്ല മനസ്സൊരിക്കലും. അത് വേട്ടയാടിക്കൊണ്ടേയിരിക്കും, നമ്മുടെ ഹോണ്ട് ചെയ്തുകൊണ്ടിരിക്കും. തീർച്ചയായിട്ടും ആ കണ്ട ദൃശ്യങ്ങൾ ഒരിക്കലും നമുക്ക് ഹോണ്ട് ചെയ്തുകൊണ്ടിരിക്കും. പിന്നെ സമൂഹത്തിൽ നിന്ന് ഒറ്റപ്പെടുകയാണ്. സമൂഹത്തിൽ ആരുടെയെങ്കിലും സംശയമില്ലാതെ ഒരാളെയെങ്കിലും അഭിമുഖീകരിക്കാൻ പറ്റുമോ? ഇവൻ എന്നെ കണ്ടാൽ അറിയുമോ കിണ്ണം കെട്ടതാണെന്ന് വിചാരിച്ചല്ലേ പോകാൻ സാധിക്കുകയുള്ളൂ. അതിൻ്റേതൊക്കെ ആയിട്ടുള്ള ഒരു വലിയ, അപ്പോൾ ഇത്രയും കാലം ജീവിച്ചിരിക്കാനുള്ള സാധ്യത ഞാൻ കാണുന്നില്ല. കാരണം പറയാൻ പറ്റില്ല. അസാധാരണമായ മനക്കരുത്തുള്ള ഒരുത്തനാണെങ്കിൽ അതുകൊണ്ടാണല്ലോ ഇത് ചെയ്തത്. അത് അദ്ദേഹത്തിന് ആ കരുത്തുണ്ടായിരിക്കാനും സാധ്യത നമുക്ക് തള്ളിക്കളയാൻ കഴിയുകയില്ലെന്നുള്ളതാണ്. അദ്ദേഹം ഉത്തരേന്ത്യയിൽ ജീവിച്ചിരുന്നു എന്നാണ് ഈ കണ്ടവരെല്ലാവരും പറയുന്നത്. കാറിൽ ഇങ്ങനെ പോകുന്നത് കണ്ടിട്ടുണ്ട് എന്നൊക്കെ പറയാം. അങ്ങനെയാണെങ്കിൽ ഒരു അസാധാരണ ഒരു ചാൾസ് ശോഭരാജിനേക്കാൾ ഗംഭീരമാണ് അദ്ദേഹത്തിൻ്റെ ഒരു ക്രൈം റെക്കോർഡ് എന്ന് പറയുന്നത് എന്ന് പറയേണ്ടി വരും, അല്ലേ? തീർച്ചയായും ഒരു സാധാരണ വ്യക്തിത്വം തന്നെയാണ്. ഇത് കഴിവ് അദ്ദേഹം പോലീസിലോ വല്ലോ ഉപയോഗിച്ചിരുന്നെങ്കിൽ എത്രമാത്രം നന്നായിരുന്നേനെ നമ്മുടെ രാജ്യത്തിന്. ഈ സുകുമാരക്കുറുപ്പ് അല്ലെങ്കിൽ രാഷ്ട്രീയക്കാരനായാലും മതിയായിരുന്നു, അല്ലേ? തന്ത്രം കൊണ്ട്. അതെ. അപ്പോൾ ഇത്രമാത്രം കേരള സംസ്ഥാനത്തിൻ്റെ തന്നെ ഒരു പോലീസ് സേനയെ ഒന്നടങ്കം എന്താണ് ഇന്റലിജൻസ് വിഭാഗങ്ങൾ, മുഴുവൻ പോലീസ് സംവിധാനങ്ങൾ, ഇതൊന്നും ഉപയോഗിച്ചിട്ടും ഇന്നും അദ്ദേഹത്തെ കണ്ടെത്താൻ പറ്റുന്നില്ല. അവിടെയാണ് ഈ രാഷ്ട്രീയം വരുന്നത്. അദ്ദേഹത്തിൻ്റെ രാഷ്ട്രീയ ഗോഡ് ഫാദർമാരുണ്ടോ എന്ന് നമുക്കറിയാൻ പറ്റില്ല. അവരുടെ ഒരു സംരക്ഷണം ആരോപണമാണ് ഇപ്പോൾ ഉയരുന്നത്. പോലീസിൻ്റെ അതിപ്പോഴും നമ്മൾ സംശയിക്കണം. കാരണം ഇപ്പോൾ കാണുന്നു അതുപോലുള്ള കാര്യങ്ങളല്ലേ നമ്മൾ കണ്ടുകൊണ്ടിരിക്കുന്നത്. രാഷ്ട്രീയമായിട്ടുള്ള പേട്രൺഷിപ്പ്, അല്ലേ? പക്ഷെ അതിന് ഇപ്പോൾ പേട്രണേജ് എന്തുകൊണ്ട് ഒരു രാഷ്ട്രീയ നേതൃത്വം അല്ലെങ്കിൽ രാഷ്ട്രീയത്തിലെ ഉന്നതങ്ങളിൽ ഇരിക്കുന്ന ആളുകൾ സുകുമാരക്കുറുപ്പിനെ സഹായിക്കണം?
അവിടെ ഒരു ചോദ്യം സുകുമാരക്കുറുപ്പിന് വോട്ട് ബാങ്കില്ല. സുകുമാരക്കുറുപ്പിന് ഇപ്പോൾ ഈ ശ്രമം ഇൻഷുറൻസ് എടുക്കാനുള്ള ശ്രമം പരാജയപ്പെട്ടത് കൊണ്ട് തന്നെ അദ്ദേഹത്തിൻ്റെ കയ്യിൽ വലിയ സാമ്പത്തിക അടിത്തറയും ഉണ്ടാവില്ല. അപ്പോൾ എന്തുകൊണ്ടായിരിക്കണം ഇങ്ങനെ ഒരു അദ്ദേഹം അവിടെ പിൽക്കാലത്ത് ഒരു പെട്രോൾ പമ്പിൽ എക്സിക്യൂട്ടീവായിട്ട് അബുദാബി ജോലി ചെയ്തെന്നും പറയപ്പെടുന്നുണ്ട്. അല്ല, എൻ്റെ ഒരു സംശയം, കടന്നല്ലോ, വിദേശത്തേക്ക് കടന്നു 40 ലക്ഷത്തോളം മലയാളികളുള്ള അടുത്ത് പലർക്കും പരസ്പരം അറിയാവുന്ന സംഘടനകളും ഒക്കെയുള്ള ആ ഒരു സ്ഥലത്ത് ഇദ്ദേഹം എന്തുകൊണ്ട് കേരളത്തിലെ കാര്യം പോട്ടെ എങ്ങനെയായാലും കണ്ടുമുട്ടും അബുദാബി പോലെയുള്ള സ്ഥലത്ത് കണ്ടുമുട്ടും. അതുകൊണ്ടായിരിക്കണം അദ്ദേഹം ഇന്ത്യയിലേക്ക് തിരിച്ചു വന്നതല്ലേ? അതെ, അങ്ങനെ ആവാനും നമുക്ക് സാധ്യതകൾ. അദ്ദേഹം ഈ കൊലപാതകത്തിന് ശേഷം അബുദാബിയിലേക്ക് പോകുന്നു, അദ്ദേഹത്തിന്റെ ഭാര്യയെയും അബുദാബിയിലേക്ക് കൊണ്ടുപോകുന്നു എന്നൊക്കെയാണ് പറയുന്നത്. പക്ഷേ ഈ ഉത്തരേന്ത്യയിൽ കണ്ടു എന്ന് പറഞ്ഞാൽ അദ്ദേഹം തിരിച്ചു വന്നു എന്നല്ലേ അതിന്റെ അർത്ഥം? അബുദാബിയിൽ തങ്ങാതെ തിരിച്ചു വന്നു എന്നല്ലേ അതിന്റെ അർത്ഥം? തങ്ങാതെ തിരിച്ചു വന്നിട്ടുണ്ട്. അല്ല, ഭാര്യ അദ്ദേഹത്തിനോടൊപ്പം നിൽക്കാൻ സാധ്യതയില്ല. കാരണം തിന്നാൽ അപ്പം തന്നെ പിടിക്കപ്പെടുമല്ലോ. അപ്പം ഇതിനകത്ത് ഒരു ഇങ്ങനെ നടന്നിട്ടുണ്ടെങ്കിൽ അവിടെ ഒരു പൊളിറ്റിക്കൽ പേട്രണേജും ഉണ്ടോ എന്ന് സംശയിക്കേണ്ടിയിരിക്കുന്നു. കുടുംബത്തെ ഇങ്ങനെ പറ്റിപ്പോയി എന്ന് പറഞ്ഞ് രാഷ്ട്രീയക്കാരോട് അവതാ പറഞ്ഞിട്ട് അവർ പക്ഷേ അങ്ങനെ രക്ഷിക്കുക എന്നുള്ള സംഭവം ഉണ്ടാവാം. പിന്നെ അല്ലെങ്കിൽ ഇതിനകത്ത് കോടികളുടെ തിരിമറികൾ നടന്നു കഴിഞ്ഞാൽ രാഷ്ട്രീയ പേട്രണേജ് വരാം. അപ്പോൾ പോലീസിന് എഫിഷ്യൻ്റായിട്ട് പ്രവർത്തിക്കാതെ വരാത്ത സാഹചര്യമുണ്ട്. എല്ലാം സമഗ്രമായിട്ടുള്ള അന്വേഷണം കൊണ്ടും ഒക്കെ തെളിയുകയുള്ളൂ. അത് രാഷ്ട്രീയ പക്ഷമില്ലാത്ത അന്വേഷണത്തിലൂടെ മാത്രമേ തെളിയുകയുള്ളൂ. പക്ഷേ ഈ സമാനമായ ആരോപണങ്ങളൊക്കെ ഇതിനു മുന്നേയും വന്നിട്ടുള്ളത് കൊണ്ട് ഈ ഒരു നിർണായകമാണ് ഈ ഘട്ടമെന്ന് പറയാൻ കഴിയില്ല. കാരണം പതിവ് പോലെ ഒരു ആരോപണം വീണ്ടും വന്നു, പതിവ് പോലെ ഇതാ കേസ് റിവ്യൂ ചെയ്യുന്നു എന്നതിനപ്പുറം എന്തെങ്കിലും നിർണായകമായ ഒരു പിടിവള്ളി ഈ കേസിൽ കിട്ടിയിട്ടുണ്ടെന്ന് തോന്നുന്നുണ്ടോ ഈ ഘട്ടത്തിൽ? ഉണ്ടെങ്കിൽ നല്ലത് തന്നെ. തീർച്ചയായിട്ടും പോലീസിന് ഒന്ന് അഭിമാനിക്കാനുള്ള വക നൽകുന്നതാണ് തീർച്ചയായിട്ടും. അത് എന്തായാലും ശരി. നമ്മളിപ്പോൾ കണ്ടല്ലോ, നമ്മളിതിപ്പോൾ ഇങ്ങനൊരു കേസേ ആവുകയില്ലായിരുന്നല്ലോ. ആ പി ടി തങ്കച്ചൻ എന്ന് പറയുന്ന ആള്, അതെ, പി തങ്കച്ചൻ എന്ന് പറയുന്ന ആള് ഇത് കണ്ടുപിടിച്ചില്ലെങ്കിൽ ഇങ്ങനൊരു കൊലപാതകമാണ്, ഇതൊരു സ്വാഭാവിക മരണമെന്ന് വരെ പറയുന്ന സംഭവമാണത്. അപ്പോൾ അവിടെ എന്തെങ്കിലും അതുപോലെ തന്നെ ഒരു ആളായി തീരട്ടെ ഈ രത്നമ്മ ശിവരാജൻ എന്ന് പറയുക. നമ്മളെപ്പോഴും പോസിറ്റീവായിട്ട് ചിന്തിക്കുക. ആ പ്രതിയെയും നമുക്ക് കൊടുക്കാൻ കഴിഞ്ഞല്ലോ എന്നൊരു ആത്മാഭിമാനം പോലീസിനുണ്ടാവട്ടെ. എന്തായാലും സുകുമാരക്കുറുപ്പുമായി ബന്ധപ്പെട്ട അന്വേഷണങ്ങൾ അത് പതിറ്റാണ്ടുകൾ കഴിഞ്ഞിരിക്കുന്നു. അതിൽ ഇനിയെങ്കിലും അദ്ദേഹം ജീവിച്ചിരിക്കാനുള്ള സാധ്യത, അദ്ദേഹം മരിച്ചു പോകാനുള്ള സാധ്യത എല്ലാം ചർച്ച ചെയ്യപ്പെടുന്നുണ്ട്. പക്ഷേ ഇനിയെങ്കിലും ഇപ്പോൾ മരിച്ചാൽ പോലും ആ കേസ് തെളിയണമല്ലോ. അദ്ദേഹം ഇന്നയിടത്ത് ജീവിച്ചിരുന്നു, ഇന്ന സ്ഥലത്ത് ഇന്ന തീയതിയിൽ മരിച്ചു എന്നെങ്കിലും ഒരു ഉറപ്പ് അല്ലെങ്കിൽ അങ്ങനെ ഒരു കണ്ടെത്തലോടുകൂടി കേസ് അന്വേഷിക്കാൻ സാധിക്കട്ടെ എന്ന് നമുക്ക് പ്രത്യാശിക്കാം. തീർച്ചയായിട്ടും.